ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ ഒരുങ്ങി CPIM. കേഡർ വോട്ടുകൾ ചോർന്നുവെന്നും പാർട്ടി വോട്ടുകളുടെ ചോർച്ച തോൽവിയുടെ ആഘാതം കൂട്ടിയെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു. ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടിയിൽ പ്രത്യേക പരിശോധനയുണ്ടാകും. വൻതോതിൽ വോട്ട് ചോർന്ന ഇടങ്ങളിൽ പരിശോധനയ്ക്ക് അന്വേഷണ കമ്മീഷനെ നിയമിക്കാനാണ് സാധ്യത. തെറ്റുതിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ തയ്യാറാക്കാനും ആലോചനയുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്നും തുടരും. നാളെ മുതൽ 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതിയും ചേരും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സുനിഷ അയ്യല്ലൂർ ചേരുകയാണ്. സുനിഷ, ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വോട്ട് ചോർച്ച മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ എങ്ങനെ വോട്ട് ചോർന്നു എന്നത് സംബന്ധിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഒരു സമിതിയെ നിയോഗിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളൊക്കെ നടന്നുവല്ലോ. ഇന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. വരുന്ന 3 ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗവും ചേരുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, അത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ ഏതായാലും മണ്ഡല അടിസ്ഥാനത്തിൽ CPIM പരിശോധനയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റിലും ഇത് ചർച്ചയായിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഏതായാലും ഇന്നും CPIM സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. അടുത്ത 3 ദിവസങ്ങളിൽ CPIM സമിതിയും ചേരുന്നുണ്ട്. വിശദമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അത് എങ്ങനെ ഉണ്ടായി എന്നത് പരിശോധിക്കുക തന്നെയാണ് CPIM. ഒപ്പം തന്നെ കേഡർ വോട്ടുകൾ ചോർന്നുവെന്നും ഈ പാർട്ടിയുടെ വോട്ടുകളുടെ ചോർച്ച അത് തോൽവി ആഘാതം കൂട്ടിയെന്നും ഇന്നലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായം ഉണ്ടായിരുന്നു. പ്രധാനമായും ഈ ശക്തി കേന്ദ്രങ്ങളിൽ പലയിടത്തും നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ശക്തി കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് ഈ തിരിച്ചടി ഉണ്ടായത് എന്നതാണ് ഇനി പരിശോധിക്കേണ്ടത്. അത്തരത്തിലുള്ള പരിശോധന കൂടി CPIM നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ അത് പരിശോധിക്കാൻ, അതായത് ഇത്തരത്തിലുള്ള ഇടങ്ങളിൽ, ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ എങ്ങനെയാണ് വൻതോതിൽ വോട്ട് ചേർന്നത് എന്നത് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാൻ കൂടി സാധ്യതയുണ്ട് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ അടുത്ത ദിവസങ്ങളിലെ സംസ്ഥാന സമിതിയിലും അതിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തെറ്റുതിരുത്തൽ നടപടികളിലേക്ക് കടക്കാനുമുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു മാർഗരേഖ തയ്യാറാക്കുക എന്നൊരു ആലോചന കൂടി CPIMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗമുണ്ട്. സീതാറാം യെച്ചൂരിയും വൃന്ദാകാലത്തും അടക്കമുള്ളവർ പങ്കെടുക്കുന്നുമുണ്ട്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ കൂടി ഏത് തരത്തിലുള്ള തീരുമാനം, മാർഗരേഖ തയ്യാറാക്കൽ, അന്വേഷണ കമ്മീഷനെ നിയോഗിക്കൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രഞ്ജിത്ത്.